ഹായ് ഓൾ, വെൽക്കം ടു ഹെൽത്ത് ഇൻസ്പെക്ടേഴ്സ് ഗ്രൂപ്പ്. നമ്മൾ ഇന്ന് ഡയബറ്റിസ് മെലിറ്റസിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഡയബറ്റിസ് മെലിറ്റസിനെ പറ്റി പറയുമ്പോൾ നമ്മൾ വേൾഡ് ഡയബറ്റിസ് ഡേ ഏതാണെന്ന് കൂടെ അറിഞ്ഞിരിക്കുന്നതല്ലേ. സോ നവംബർ 14 ആണ് വേൾഡ് ഡയബറ്റിസ് ഡേ ആയിട്ട് അറിയപ്പെടുന്നത്, ആചരിക്കുന്നത്. ഡയബറ്റിസ് മെലിറ്റസ് നമ്മൾ കോമൺ ലാംഗ്വേജ് പറയുവാണെങ്കിൽ ഷുഗർ ഷുഗർ എന്ന് നമ്മൾ പറയും. അതെന്താന്ന് നമുക്ക് നോക്കാം. ഇത് നമ്മുടെ ബോഡിക്ക് നമ്മുടെ ബ്ലഡിലുള്ള ഷുഗറിന്റെ അളവ് അഥവാ ഗ്ലൂക്കോസിന്റെ അളവ് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലോട്ട് വരുമ്പോഴാണ് ഡയബറ്റിസ് മെല്ലിറ്റസ് ഉണ്ടായിരുന്നത്, അല്ലെങ്കിൽ DM ആണ് പേഷ്യന്റിന്, അല്ലെങ്കിൽ ആ ഒരു രോഗിക്ക്, അല്ലെങ്കിൽ ആ ആൾക്ക് ഷുഗർ ഉണ്ട് എന്ന് നമ്മൾ പറയുന്നത്. ഇത് ഒന്നുകിൽ പാൻക്രിയാസിന് ഇൻസുലിൻ ആവശ്യത്തിന് ഉൽപ്പാദിപ്പിക്കാൻ പറ്റാത്തത് കൊണ്ടോ, അല്ലെങ്കിൽ ആ ഉൽപ്പാദിപ്പിക്കുന്ന ഇൻസുലിൻ നമ്മുടെ ബോഡിക്ക് ഇഫക്റ്റീവ്ലി യൂട്ടിലൈസ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടോ നമ്മുടെ ബ്ലഡിൽ ഷുഗറിന്റെ അളവ് അഥവാ ഗ്ലൂക്കോസിന്റെ അളവ് കണ്ടമാനം കൂടും. അങ്ങനെ വരുമ്പോൾ നമുക്ക് അതിന്റെ കോംപ്ലിക്കേഷൻസ് ആയിട്ട് ലോങ് ടേം ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാകും. ലൈക്ക് ബ്ലൈൻഡ്നെസ് ഉണ്ടാകും, കിഡ്നി ഡിസീസ് ഉണ്ടാകും, ഹാർട്ട് അറ്റാക്സ് ഉണ്ടാകും, സ്ട്രോക്ക് ഉണ്ടാകും. സോ സിമ്പിൾ ടേംസിൽ പറഞ്ഞാൽ ഡയബറ്റിസ് മെലിറ്റസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിക്ക് നമ്മുടെ ബ്ലഡിലുള്ള ഷുഗറിനെ അഥവാ ഗ്ലൂക്കോസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. നമ്മുടെ ബോഡിയിൽ ഗ്ലൂക്കോസിന്റെ അളവ് നിയന്ത്രിക്കുന്നത് നമ്മൾ കഴിക്കുന്ന ഫുഡിൽ നിന്ന് കാർബോഹൈഡ്രേറ്റും അതിൽ നിന്നുണ്ടാവുന്ന ഗ്ലൂക്കോസ് അഥവാ ഷുഗറിന്റെ അളവ് നമ്മുടെ ബോഡിയിലോട്ട് അബ്സോർബ് ആകും. ഈ വരുന്ന ഗ്ലൂക്കോസിനെ നമ്മുടെ സെല്ലിന്റെ അകത്തോട്ട്, അതായത് ഓരോ കോശത്തിന്റെ അകത്തോട്ടും അബ്സോർബ് ചെയ്യിക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് ഇൻസുലിൻ എന്ന ആ ഒരു ഹോർമോണാണ്. ഈ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നത് പാൻക്രിയാസ് ആണ്. അപ്പൊ പാൻക്രിയാസിന് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കാൻ പറ്റാതെ വരികയോ, ഉൽപ്പാദിപ്പിക്കപ്പെട്ട ഇൻസുലിൻ നമ്മുടെ ബോഡിക്ക് എഫക്റ്റീവ്ലി യൂട്ടിലൈസ് ചെയ്യാൻ പറ്റാതെ വരുമ്പോഴും നമ്മുടെ ബ്ലഡിൽ ഷുഗറിന്റെ അളവ് അഥവാ ഗ്ലൂക്കോസിന്റെ അളവ് കൂടും. അങ്ങനെ ആ പേഷ്യന്റ് ഷുഗർ ആണ്, അല്ലെങ്കിൽ ഡയബറ്റിക് ആണ്, ഡയബറ്റിസ് മെലിറ്റസ് ഉണ്ടെന്നൊക്കെ നമ്മൾ പറയും. സിംറ്റംസ് മെയിൻ ആയിട്ട് ഷുഗറിന്റെ സിംറ്റംസ് ആയിട്ട് നമ്മൾ 3 കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന് പോളിയൂറിയ, കൂടുതലായിട്ട് യൂറിനേഷൻ, മൂത്രം ഒഴിക്കാൻ മുട്ടുന്നത്, എപ്പോഴും യൂറിനേറ്റ് ചെയ്യാൻ ഫീൽ ചെയ്യുന്നത് പോളിയൂറിയ. പിന്നെ പറയുന്നത് പോളിഡിപ്സിയ, അധികമായിട്ട് ദാഹം വരും. പിന്നെ പറയുന്നത് പോളിഫാജിയ, ഭയങ്കരമായിട്ട് നമുക്ക് വിശക്കും. ഇങ്ങനെയൊക്കെയാണ് മെയിൻ ആയിട്ട് വരുന്നത്. അതിൽ ഫസ്റ്റ് വരുന്നത് തേഴ്സ്റ്റ് കൂടും, ദാഹം കൂടും. അതുപോലെ തന്നെ പിന്നെ വരുന്നതാണ് നമുക്ക് മുറിവുകൾ ഉണ്ടായാൽ അത് ഉണങ്ങാൻ ഭയങ്കരമായിട്ട് ടൈം എടുക്കും, ഒത്തിരി ടൈം എടുക്കും. അതുപോലെ വല്ലാത്ത ക്ഷീണം തോന്നും, വിഷൻ ഭയങ്കര പതുക്കെ പതുക്കെ മങ്ങാൻ തുടങ്ങും. അതുപോലെ ഇടയ്ക്കിടയ്ക്ക് മൂത്രമൊഴിക്കാൻ പോലെ. പിന്നെ അൺഎക്സ്പ്ലെയിൻഡ് വെയിറ്റ് ലോസ്. ചിലരിൽ ഒത്തിരി വെയിറ്റ് ലോസ് കാണും, ചിലരിൽ ഷുഗറിന്റെ ഭാഗമായിട്ടുണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ് ഒക്കെ കാരണം, അല്ലെങ്കിൽ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് നമ്മൾ മെഡിസിൻസ് ഒക്കെ എടുക്കുമ്പോൾ നമുക്ക് വെയിറ്റ് കൂടുന്നതായിട്ടും കാണാം. സോ ഷുഗർ ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് മെഡിസിൻസ് ഒന്നും എടുക്കുന്നില്ലെങ്കിൽ വെയിറ്റ് ലോസ് കാണാം. ഇൻസുലിൻ ഒക്കെ എടുക്കുന്നവരിലാണെങ്കിൽ മിക്കവാറും വെയിറ്റ് ഗെയിൻ ആണ് നമ്മൾ കാണുന്നത്. സോ മെയിൻ ആയിട്ട് വരുന്നത് പോളിയൂറിയ ഉണ്ട്, പോളിഡിപ്സിയ ഉണ്ട്, പോളിഫാജിയ ഉണ്ട്. 3 ഇതാണ് വരുന്നത്. ഇത്രയാണ് മെയിൻ ആയിട്ട് സിംറ്റംസിൽ വരുന്നത്. അപ്പോൾ ഇൻക്രീസ്ഡ് തേഴ്സ്റ്റ്, ഹീൽ ആവാൻ ഭയങ്കര ടൈം എടുക്കും, ഫെറ്റീഗ് ഉണ്ടാകും, വെയിറ്റ് ലോസ് ഉണ്ടാകും, ബ്ലഡ് വിഷൻ ഉണ്ടാകും, ഫ്രീക്വന്റ് യൂറിനേഷൻ ഉണ്ടാകും. അതുപോലെ തന്നെ പോളിഫാജിയ, വിശപ്പ് കൂടുതലായിരിക്കും. ക്ലാസിഫിക്കേഷൻസ് മെയിൻ ആയിട്ട് DM-നെ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ടൈപ്പ് 1 DM, ടൈപ്പ് 2 DM ആൻഡ് ജെസ്റ്റേഷണൽ ഡയബറ്റിസ് മെലിറ്റസ്. 3ഉം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെയാണെന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ ടൈപ്പ് 1 DM അഥവാ ഇൻസുലിൻ ഡിപ്പെൻഡന്റ് DM എന്ന് നമ്മൾ ഇതിനെ വിളിക്കും. DM എന്ന് വെച്ചാൽ ഡയബറ്റിസ് മെലിറ്റസ്. ഈ ഇൻസുലിൻ ഡിപ്പെൻഡന്റ് ഡയബറ്റിസ് മെലിറ്റസ് അല്ലെങ്കിൽ ടൈപ്പ് 1 എന്ന് പറയുന്നത് ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ആണ്. അഥവാ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം നമ്മളെ തന്നെ അറ്റാക്ക് ചെയ്യുന്ന ഡിസീസിനെയാണ് നമ്മൾ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ അകത്ത് നമ്മുടെ തന്നെ ഇമ്മ്യൂൺ സിസ്റ്റം നമ്മുടെ തന്നെ ബീറ്റ സെൽസിനെ, അതായത് പാൻക്രിയാസിലെ ബീറ്റ സെൽസ് ആണ് ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ ബീറ്റ സെൽസിനെ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം വേറൊരു ഫോറിൻ ബോഡിയാണ്, അല്ലെങ്കിൽ പുറത്തെ ഒരു സാധനമാണ്, നമ്മുടെ ബോഡിയിലുള്ളതല്ല എന്ന് തെറ്റിദ്ധരിക്കുകയും ഈ ഇമ്മ്യൂൺ സിസ്റ്റം അതിനെ അറ്റാക്ക് ചെയ്ത് അതിനെ നശിപ്പിക്കുകയും ചെയ്യും. അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് ആവശ്യത്തിന് ഇൻസുലിൻ ഇല്ലാതെ വരും, അല്ലെങ്കിൽ കുറച്ച് വളരെ തുച്ഛമായ രീതിയിൽ ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ വരുമ്പോൾ ഇൻസുലിന്റെ അഭാവം കൊണ്ട് ബ്ലഡിൽ ഷുഗറിന്റെ ലെവൽ കൂടും, ഹൈപ്പർ ഗ്ലൈസീമിയ എന്ന സ്റ്റേറ്റ്. അതായത് ബ്ലഡിൽ ഗ്ലൂക്കോസിന്റെ അളവ് കൂടുന്നതിനാണ് ഹൈപ്പർ ഗ്ലൈസീമിയ. ആ ഒരു സ്റ്റേറ്റിൽ എത്തുകയും അങ്ങനെ ഉണ്ടാകുന്നതാണ് ടൈപ്പ് 1 DM എന്ന് പറയുന്നത്. അതിനെ എന്തെന്ന് വിളിക്കും? ഇൻസുലിൻ ഡിപ്പെൻഡന്റ് DM. അത് ഇൻസുലിന്റെ പ്രസൻസും ആബ്സെൻസും വെച്ചിട്ടാണ് അത് വരുന്നത്. അതൊരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ആണ്. ബീറ്റ സെൽസിനെ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം ഡിസ്ട്രോയ് ചെയ്യുമ്പോഴാണ് ഉണ്ടാകുന്നത്. ഇൻസുലിന്റെ പ്രൊഡക്ഷൻ ലിറ്റിലോ നോയോ ആയിരിക്കും.
അങ്ങനെ ഹൈപ്പർഗ്ലൈസീമിയ ഉണ്ടാകും. ടൈപ്പ് 2 ഡി എം എന്താണെന്ന് നമുക്കിനി നോക്കാം. അത് നോൺ ഇൻസുലിൻ ഡിപ്പെൻഡന്റ് ഡി എം എന്നാണ് അറിയപ്പെടുന്നത്. ഇതിൻ്റെ അകത്ത് നമ്മുടെ ബോഡി ഒന്നുകിൽ ആവശ്യത്തിന് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കില്ല, അല്ലെങ്കിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഇൻസുലിനെ എഫക്റ്റീവ്ലി യൂട്ടിലൈസ് ചെയ്യാൻ പറ്റില്ല, ഉപയോഗമാക്കാൻ പറ്റില്ല. അത് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്നൊരു കണ്ടീഷനാണ്. അതായത് എന്തോരം ഇൻസുലിൻ ഉണ്ടാക്കിയാലും നമ്മുടെ ആവശ്യത്തിന് ഇല്ല, ആവശ്യത്തിന് പോരായ്മ വരുന്നത്. അല്ലെങ്കിൽ നമ്മൾ സാധാരണ അളവിൽ ഉണ്ടാക്കുന്ന ഇൻസുലിൻ കുറച്ച് ഗ്ലൂക്കോസിനെയാണ് നിയന്ത്രിക്കാൻ പറ്റുള്ളൂങ്കിൽ അതിലളവിൽ കൂടുതൽ ഗ്ലൂക്കോസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഗ്ലൂക്കോസ് നമ്മൾ ആഹാരത്തിലൂടെയൊക്കെ എടുത്തു കഴിയുമ്പോൾ അത്രയും ഇൻസുലിൻ പോരാണ്ട് വരുമല്ലോ. സോ അങ്ങനെ വരുമ്പോഴും ബ്ലഡിൽ ഇൻസുലിൻ്റെ ലെവൽ കൂടുതൽ. അങ്ങനെ വരുന്നതാണ് നോൺ ഇൻസുലിൻ ഡിപ്പെൻഡന്റ് ഡി എം അഥവാ ടൈപ്പ് 2 ഡയബറ്റിസ് മെലിറ്റസ് എന്ന് പറയുന്നത്. ഈ ടൈപ്പ് 2 ഡയബറ്റിസ് മെലിറ്റസിന്റെ കൂടെ തന്നെ നമ്മൾ നോക്കേണ്ട ഒന്നാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് സിൻഡ്രോം അല്ലെങ്കിൽ സിൻഡ്രോം ഓഫ് എക്സ് എന്ന് പറയുന്നത്. ഈ സിൻഡ്രോം ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ അതൊരു മെറ്റാബോളിക് സിൻഡ്രത്തിന്റെ പഴയ പേരാണ് ഈ സിൻഡ്രോം ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ. അതായത് ഈ ഒരു ഫാക്ടർ ഉള്ള ആളുകളിൽ ടൈപ്പ് 2 ഡയബറ്റിസ് വരാൻ സാധ്യത കൂടുതലുണ്ട് എന്ന് പറയുന്നത്. അതെന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് നമുക്ക് നോക്കാം. മെറ്റാബോളിക് സിൻഡ്രത്തിൽ നമ്മൾ പറയുന്നു, ഇങ്ങനെ ഒരു ക്ലസ്റ്റർ ഓഫ് കണ്ടീഷൻസ് ആണ്. കുറച്ച് കണ്ടീഷൻസ് എല്ലാം ഒരുമിച്ച് വന്നാൽ, ഒരു മനുഷ്യനിൽ ഒരുമിച്ച് വന്നാൽ അയാളിൽ ടൈപ്പ് 2 ഡയബറ്റീസും ഹാർട്ട് ഡിസീസും അതുപോലെ സ്ട്രോക്ക് പോലത്തെ അസുഖമൊക്കെ വരാനുള്ള റിസ്ക് വളരെ വല്ലാണ്ട് കൂടും. അത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ കോ ഒക്കറൻസ് ഓഫ് കണ്ടീഷൻസ്, അതായത് ഹൈ ബ്ലഡ് പ്രഷർ ഉണ്ട്, ഹൈ ബ്ലഡ് ഷുഗർ ഉണ്ട്, ബോഡി ഫാറ്റ്, അതായത് ഇടുപ്പിൻ്റെ ചുറ്റുമുള്ള ബോഡി ഫാറ്റ്, കുടവയറും അതൊക്കെ അത് വല്ലാണ്ട് കൂടുതലുണ്ട്, അബ്നോർമൽ കൊളസ്ട്രോൾ ലെവലാണ് അല്ലെങ്കിൽ ട്രൈഗ്ലിസറൈഡ് ലെവലാണ്. ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ അവരിൽ ടൈപ്പ് 2 ഡയബറ്റീസും അതുപോലെ തന്നെ ഹാർട്ട് ഡിസീസും സ്ട്രോക്കും വരാൻ സാധ്യത കൂടുതലാണ്. അപ്പം നമ്മൾ ഈ പറഞ്ഞതെല്ലാം നോക്കുമ്പോൾ ആളുടെ ബ്ലഡ് പ്രഷർ കൂടുതലാണ്, അതുപോലെ തന്നെ ബ്ലഡ് ഷുഗർ കൂടുതലാണ്. ബ്ലഡ് ഷുഗർ കൂടുതലായാൽ, ജസ്റ്റ് കുറച്ച് കൂടുതലായാലൊന്നും ഡയബറ്റിസ് മെല്ലിറ്റസ് എന്നൊരു കണ്ടീഷനിലോട്ട് എത്തില്ല. ഒരു അളവിലും വല്ലാണ്ട് കൂടുമ്പോഴാണ് നമ്മൾ ഡയബറ്റിസ് ആയി അല്ലെങ്കിൽ ഷുഗർ പേഷ്യൻ്റ് ആയി നമ്മൾ പറയുള്ളൂ. നമ്മുടെ ശരീരത്തിലും ഇടയ്ക്കിടയ്ക്ക് ബ്ലഡ് ഷുഗറിന്റെ ലെവൽ കൂടാം. നമ്മൾ ചിലപ്പോൾ ചോക്ലേറ്റ്സ് ഒക്കെ അടുപ്പിച്ച് കുറച്ച് നാൾ ഒത്തിരി കഴിക്കുമ്പോൾ നമ്മുടെ ബ്ലഡിൽ ഷുഗറിന്റെ അളവ് കൂടാം. പിന്നെ അത് നോർമലൈസ് ആവും, അല്ലെങ്കിൽ പതുക്കെ നമ്മുടെ പാൻക്രിയാസ് അതുമായിട്ട് അഡാപ്റ്റ് ചെയ്ത് ഓക്കെ ആക്കും, നോർമൽ ആക്കും. ഇത് കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ നിൽക്കുന്നു, ബ്ലഡ് പ്രഷർ കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുന്നു, കൊളസ്ട്രോൾ ലെവൽ അബ്നോർമൽ ആയിട്ട് നിൽക്കുന്നു. അങ്ങനെയൊക്കെ വരുമ്പോൾ ഈ പറഞ്ഞ അസുഖങ്ങളൊക്കെ വരാൻ സാധ്യത വല്ലാണ്ട് കൂടുതലാണ്. ആ ഒരു സിൻഡ്രോം, ആ ഒരു കണ്ടീഷൻസിനാണ് നമ്മൾ മെറ്റാബോളിക് സിൻഡ്രോം അല്ലെങ്കിൽ സിൻഡ്രോം ഓഫ് എക്സ് എന്ന് വിളിക്കുന്നത്. മെയിനായിട്ട് നമ്മൾ പറഞ്ഞു, ഈ ഒരു ബോഡി ഫാറ്റ് കൂടുന്നത്, ബ്ലഡ് പ്രഷർ കൂടുന്നത്, ഇതൊക്കെ ശരിക്കും നമ്മുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് കൊണ്ട് ഉണ്ടാവുന്നതാണ്. സോ മെയിനായിട്ട് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് വരുന്നതും ലൈഫ് സ്റ്റൈലിലാണ്. നല്ല ഡയറ്റ് എടുക്കുക, എക്സസൈസ് ചെയ്യുക, കാർഡിയോവാസ്കുലർ റിസ്ക് ഫാക്ടേഴ്സ് ഒക്കെ മാനേജ് ചെയ്യുക, അതായത് കൊളസ്ട്രോളും ബോഡി ഫാറ്റും ബ്ലഡ് പ്രഷറൊക്കെ നോർമലി കൊണ്ടുപോകാൻ, മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക. അതാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് സിൻഡ്രോം അല്ലെങ്കിൽ സിൻഡ്രോം ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ. പിന്നെ വരുന്ന ഒരു ടൈപ്പാണ് ജെസ്റ്റേഷണൽ ഡയബറ്റിസ് മെലിറ്റസ്. ജെസ്റ്റേഷണൽ ഡയബറ്റിസ് മെലിറ്റസ് എന്ന് പറയുമ്പോൾ ആ ഒരു പേര്, ജെസ്റ്റേഷണൽ മീൻസ് പ്രഗ്നൻസി റിലേറ്റഡ്. സോ ആ ഒരു പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ പ്രഗ്നൻസി ടൈമിൽ ഉണ്ടാകുന്ന ഡയബറ്റിസ് മെലിറ്റസ് ആണ്. ആ ടൈമിൽ ഉണ്ടാകുന്ന ഹൈപ്പർ ഗ്ലൈസീമിയ, അങ്ങനെ ബ്ലഡ് ഗ്ലൂക്കോസ് വാല്യൂസ് നോർമലി ഉള്ളതിനേക്കാൾ കൂടുതലായിട്ട് കാണിക്കുന്നു. അന്ന് അത് പ്രഗ്നൻസിയുടെ ടൈമിൽ മാത്രമേ കാണിക്കുന്നുള്ളൂ. അതിന് മുന്നേ ആ ഒരു സ്ത്രീക്ക് ഡയബറ്റീസ് ഉണ്ടായിട്ടില്ല. പ്രഗ്നൻസി കഴിയുമ്പോൾ ആ ഡയബറ്റീസ് ചിലപ്പോൾ നോർമലായിട്ട് ആളുടെ ബ്ലഡ് ഷുഗർ നോർമൽ ആവുകയും ചെയ്യും. അങ്ങനെ വരുന്ന കണ്ടീഷനാണ് ജെസ്റ്റേഷണൽ ഡയബറ്റിസ് മെലിറ്റസ് എന്ന് വിളിക്കുന്നത്. ഈ ജെസ്റ്റേഷണൽ ഡയബറ്റിസ് മെലിറ്റസ് ഉള്ള സ്ത്രീകൾ കോംപ്ലിക്കേഷൻസ് പ്രഗ്നൻസി ടൈമിൽ, ജെസ്റ്റേഷണൽ ഡയബറ്റിസ് മെലിറ്റസ് ഉണ്ടെങ്കിൽ പ്രഗ്നൻസിയുടെ ടൈമിലും അതുപോലെ ഡെലിവറിയുടെ ടൈമിലും കോംപ്ലിക്കേഷൻസ് വരാൻ സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ അവർക്കുണ്ടാകുന്ന കുഞ്ഞുങ്ങളിൽ ടൈപ്പ് 2 ഡയബറ്റീസ് ഫ്യൂച്ചറിൽ, ഭാവിയിൽ ഉണ്ടാവാൻ സാധ്യതയും കൂടുതലാണ്. റിസ്ക് ആണ് കൂടുന്നത്, ഉണ്ടാവുന്നല്ല, ബട്ട് റിസ്ക് ഫാക്ടർ ആണത്. ജെസ്റ്റേഷണൽ ഡയബറ്റിസ് മെലിറ്റസ് എന്ന് പറയുമ്പോൾ മെയിനായിട്ട് നമ്മുടെ എല്ലാവരിലും ഈ ഒരു പ്രഗ്നൻസി ടൈമിൽ ഡയബറ്റീസ് ഉണ്ടാവണം എന്നില്ല. മറിച്ച് കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട്. ലൈക്ക് ഇപ്പോൾ ജെനറ്റിക്സ്, അവരുടെ ഫാമിലിയിൽ ആർക്കെങ്കിലും ഇതുപോലെ പ്രഗ്നൻസി ടൈമിൽ ഡി എം ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ ഡയബറ്റീസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ വയസ്സ് ഏകദേശം ഒരു 35 വയസ്സിന് മുകളിലാണ് പ്രഗ്നൻസി ടൈമിൽ വയസ്സെങ്കിൽ, അതുപോലെ തന്നെ ഒബേസിറ്റി, പൊണ്ണത്തടി ഉള്ളവർ ആണെങ്കിൽ,
പിന്നെ പ്രീവിയസ് ഡെലിവറി ടൈമിൽ അല്ലെങ്കിൽ പ്രീവിയസ് പ്രഗ്നൻസിയിൽ ജസ്റ്റേഷണൽ ഡയബറ്റിസ് മെലിറ്റസ് ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെയുള്ള കുറച്ച് ഫാക്ടേഴ്സ് വരുമ്പോഴാണ് നമുക്ക് പ്രഗ്നൻസി ടൈമിൽ DM ഉണ്ടാവാൻ, ഡയബറ്റിസ് ഉണ്ടാവാൻ സാധ്യത കൂടുതൽ. മെയിനായിട്ട് പ്രഗ്നൻസി ടൈമിൽ ഒത്തിരി ഹോർമോണൽ ചേഞ്ചസ് ഉണ്ടാകും നമ്മുടെ ബോഡിയിൽ. ആ ഹോർമോണൽ ചേഞ്ചസ് കാരണം ആവശ്യത്തിന് ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാതെ വരികയോ അല്ലെങ്കിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് കൂടും. എന്തോരം ഇൻസുലിൻ ഉണ്ടാക്കിയാലും നമ്മുടെ ബോഡിയിൽ ആ ഇൻസുലിൻ ആവശ്യത്തിന് ആക്ട് ചെയ്യാൻ പറ്റാണ്ട് വരും. നോർമലി പ്രഗ്നൻസിയിൽ ഇൻസുലിൻ്റെ സെൻസിറ്റിവിറ്റി കുറവായിരിക്കും. സാധാരണ അളവിൽ ഉണ്ടാക്കുന്ന ഇൻസുലിൻ പോരാണ്ട് വരും നമ്മുടെ ബോഡിക്ക്. പക്ഷെ നമ്മുടെ പാൻക്രിയാസ് അതിനനുസരിച്ച് കൂടുതൽ വർക്ക് ചെയ്ത് അതിനെ നോർമൽ ആക്കാറാണ് പതിവ്. പക്ഷെ ചിലരിൽ ഇപ്പം നമ്മൾ പറഞ്ഞു കുറച്ച് റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ടെന്ന്. ആ ഒരു ഫാക്ടേഴ്സ് ഉള്ളവരിൽ ഈ ഇങ്ങനെ ചെയ്താലും നമ്മുടെ പാൻക്രിയാസിന് അതുമായിട്ട് കോമ്പീറ്റ് ചെയ്യാൻ പറ്റാണ്ട് വരുമ്പോഴാണ് ഹൈപ്പർഗ്ലൈസീമിയ ഉണ്ടാവുന്നതും ജസ്റ്റേഷണൽ ഡയബറ്റിസ് മെല്ലിറ്റസ് ഉണ്ടാവുന്നത്. 3 ടൈപ്സിനെയും നമുക്ക് ഒന്ന് ജസ്റ്റ് കമ്പയർ ചെയ്ത് നോക്കാം മെയിൻ ആയിട്ടുള്ള പോയിന്റ്സ് വെച്ചിട്ട്. ടൈപ്പ് 1 നമ്മൾ പറഞ്ഞു ഓട്ടോ ഇമ്മ്യൂൺ ഡിസ്ട്രക്ഷൻ കാരണം ഉണ്ടാവുന്നത്. ബീറ്റാ സെൽസിനെ നമ്മുടെ തന്നെ ഇമ്മ്യൂൺ സിസ്റ്റം നശിപ്പിക്കുന്നതുകൊണ്ടാണ് ഉണ്ടാവുന്നത്. അവിടെ ഇൻസുലിൻ ഡെഫിഷ്യൻസി ആണ് ഉണ്ടാവുന്നത്. ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. ഏജ് ഏകദേശം കുഞ്ഞുനാളിൽ ചൈൽഡ്ഹുഡ് തൊട്ടാണ് ബീറ്റാ സെൽസിന് ഉണ്ടാവുന്ന ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ആണല്ലോ. സ്വന്തം തന്നെ നമ്മുടെ തന്നെ ഇമ്മ്യൂൺ സിസ്റ്റം നമ്മൾക്കെതിരെ തിരിയുന്നതാണ്. അത് ചെറുപ്പത്തിലേ നമ്മൾ കണ്ടുവരാറുണ്ട്. ഏത് വയസ്സിലും അത് ഉണ്ടാകാം, പക്ഷെ കൂടുതലായിട്ടും ചൈൽഡ്ഹുഡിലാണ് കണ്ടുവരുന്നത്. പിന്നെ അതിന്റെ ട്രീറ്റ്മെന്റ് ആയിട്ട് പറയുന്നത് ഇൻസുലിൻ തെറാപ്പിയാണ്. നമ്മൾ ചെറുപ്പം തൊട്ട് കുഞ്ഞു കുട്ടികളൊക്കെ ചിലപ്പോൾ ഇൻസുലിൻ തെറാപ്പിയിൽ ഇൻസുലിൻ എടുക്കുന്നവർ, ഇൻസുലിൻ പാച്ച് ഒക്കെ യൂസ് ചെയ്യുന്നവരുണ്ട്. അവരൊക്കെ ഈ ടൈപ്പ് 1 ഡയബറ്റിസ് മെലിറ്റസ് ഉള്ളവരാണ്. പിന്നെ യൂഷ്വലി പെട്ടെന്നായിരിക്കും ഇതിന്റെ ഓൺസെറ്റ് ഉണ്ടാവുക. പിന്നെ ബോഡി വെയിറ്റ് ചിലപ്പോൾ നോർമൽ ആയിരിക്കും, ചിലപ്പോൾ അണ്ടർ വെയിറ്റ് ആയിട്ട് ഫീൽ ചെയ്യാം. ഇതിൽ ബോഡി വെയിറ്റിന്റെ ഇത് നമുക്ക് പ്രത്യേകം എടുത്ത് പറയാൻ പറ്റില്ല. ഈ ടൈപ്പ് 1 പണ്ട് ചൈൽഡ്ഹുഡ് ഓൺസെറ്റ് ഡയബറ്റിസ് മെലിറ്റസ് എന്നും വിളിക്കാറുണ്ടായിരുന്നു. പക്ഷേ ലേറ്റസ്റ്റ് അപ്ഡേഷനിൽ അങ്ങനെയുള്ള പേരുകളൊക്കെ എടുത്ത് മാറ്റി. കാരണം ഏത് പ്രായത്തിൽ വേണമെങ്കിലും ഇത് വരാം എന്നൊരു കണ്ടീഷൻ വന്നുകൊണ്ട്. ഇനി ടൈപ്പ് 2 ഡയബറ്റിസ് മെലിറ്റസ്. ടൈപ്പ് 2 നമ്മൾ പറഞ്ഞു ഇൻസുലിൻ റെസിസ്റ്റൻസ് കൂടുതലായിരിക്കും. എന്തോരം ഇൻസുലിൻ ഉണ്ടാക്കിയാലും നമ്മുടെ ബോഡിക്ക് അത് ഇഫക്റ്റീവ്ലി യൂട്ടിലൈസ് ചെയ്യാൻ പറ്റില്ല. ഇൻസുലിൻ ഡെഫിഷ്യൻസി റിലേറ്റീവ് ആയിരിക്കും. ചിലപ്പോൾ നോർമലായിട്ട് ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, പക്ഷെ നമ്മുടെ ബോഡിക്ക് അത്രയും പോരാ എന്നതുകൊണ്ട്, അല്ലെങ്കിൽ തുടക്കത്തിൽ ഭയങ്കരമായിട്ട് ഉണ്ടായിരുന്നു, പിന്നെ പിന്നെ കുറഞ്ഞു കുറഞ്ഞു വന്നതാണ് എന്നുള്ള രീതിയിലായിരിക്കും. പിന്നെ ഏജിൽ മെയിനായിട്ട് അഡൾട്ടിലാണ്. ഇപ്പോൾ കൂടുതലായിട്ടും യൂത്തിലാണ് ഇത് കൂടുതൽ കാണപ്പെടുന്നത്. അൺഹെൽത്തി ലൈഫ് സ്റ്റൈൽ കാരണം ജങ്ക് ഫുഡ്സ് ഒക്കെ കഴിച്ചിട്ട് ഒബേസിറ്റി ഒത്തിരി ഇത് വന്നു. ഇപ്പം ജങ്ക് ഫുഡൊക്കെ കഴിക്കുമ്പോൾ നമ്മൾ സാധാരണ നോർമലി കഴിക്കുന്നതിനേക്കാളും കാർബോഹൈഡ്രേറ്റിന്റെ അളവും ഗ്ലൂക്കോസിന്റെ അളവൊക്കെ വല്ലാണ്ട് കൂടുകയാണ്. സോ നോർമലി നമ്മുടെ പ്രായത്തിൽ ഉണ്ടാക്കുന്ന ഇൻസുലിന് ഇതിനെ ഈ ഒരു ഗ്ലൂക്കോസിനെ മാനേജ് ചെയ്യാൻ പറ്റാണ്ട് വരും. ഓവറായിട്ട് ഗ്ലൂക്കോസ് നമ്മുടെ ശരീരത്തിൽ ചെല്ലുമ്പോൾ. അപ്പം അങ്ങനെ വരുമ്പോൾ പതിയെ 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 ഈ ഹൈ ബ്ലഡിൽ ഗ്ലൂക്കോസിന്റെ അളവ് ഇങ്ങനെ ഇച്ചിരി കയറി നിൽക്കും. പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മളിങ്ങനെ എല്ലാ മാസവും അല്ലെങ്കിൽ എല്ലാ ടൈമിലും ജങ്ക് ഫുഡ്സ് തന്നെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ആ ഒരു ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ കൂടുതലായിട്ട് നിൽക്കും. അങ്ങനെ നിൽക്കുമ്പോൾ പതിയെ അത് ഹൈപ്പർഗ്ലൈസീമിയയിലോട്ട് പോയി DM ആയിട്ട് മാറും. ട്രീറ്റ്മെന്റിൽ വരുന്നത് ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ചെയ്യുക, ഓറൽ മെഡിക്കേഷൻസ് എടുക്കുക, ചില ടൈമിൽ ഇൻസുലിൻ കൊടുക്കാറുണ്ട്. പിന്നെ ഗ്രാജുവലി ആണ് ഇത് ഉണ്ടാവുള്ളൂ. പറഞ്ഞില്ലേ, കുറച്ച് നാള് നമ്മുടെ ബ്ലഡിൽ ഇങ്ങനെ ഗ്ലൂക്കോസിന്റെ അളവ് കൂടി കൂടി നിൽക്കുമ്പോഴാണ് ഇത് നമുക്ക് പണിയായിട്ട് വരുന്നത്, ടൈപ്പ് 2 ആയിട്ട് വരുന്നത്. ബോഡി വെയിറ്റ് മിക്കവാറും ഓവർ വെയിറ്റ് അല്ലെങ്കിൽ ഒബീസിറ്റിനോട് അസോസിയേറ്റ് ചെയ്തിട്ടാണ് ടൈപ്പ് 2 വരാറ്. ജസ്റ്റേഷണൽ ഡയബറ്റിസ് മെലിറ്റസ് പ്രഗ്നൻസി റിലേറ്റഡ് ആണ്. പ്രഗ്നൻസിയുടെ ടൈമിലാണ് ഉണ്ടാവുള്ളൂ. മെയിനായിട്ടും സെക്കൻഡ് ഓർ തേർഡ് ട്രൈമസ്റ്ററിലാണ്, രണ്ടാമത്തെ അല്ലെങ്കിൽ മൂന്നാമത്തെ ട്രൈമസ്റ്ററിലാണ് ഉണ്ടാവുന്നത്. ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ട്. നമ്മുടെ പ്ലസൻറ്റ പ്രഗ്നൻസിയുടെ ടൈമുള്ള പ്ലസൻറ്റ ഉണ്ടാക്കുന്ന ഹോർമോൺസ് ആണ് ഈ ഇൻസുലിൻ്റെ ആക്ഷനെ തടയുന്നത്. പിന്നെ സ്ക്രീനിങ് എന്ന് പറയുമ്പോൾ ഒരു 24 to 28 വീക്സ് ഓഫ് പ്രഗ്നൻസിയിലാണ് ഇത് കണ്ടെത്തുന്നത് യൂഷ്വലി. ഇതിന്റെ ട്രീറ്റ്മെന്റ് വരുന്നത് നമ്മൾ ഡയറ്ററി ചേഞ്ചസ് കൊടുക്കാറുണ്ട്. അവരുടെ ഫുഡിൽ അധികം മധുരമുള്ളതൊന്നും കഴിക്കരുതെന്ന് പറയുന്നു. മോണിറ്റർ ചെയ്യുന്നു, കറക്റ്റായിട്ട് ബ്ലഡ് ഷുഗർ വാല്യൂസ് മോണിറ്റർ ചെയ്യുന്നു. ഇടയ്ക്ക് ഇൻസുലിൻ നമ്മൾ കൊടുക്കാറുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും മെഡിസിൻസ് വെച്ച് ഇത് കൺട്രോൾ ചെയ്യാൻ നോക്കാറുണ്ട്. പിന്നെ റിസ്ക് എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു ടൈപ്പ് 2 DM കുഞ്ഞുങ്ങളിൽ ഉണ്ടാവാനുള്ള റിസ്ക് കൂടുതലാണ്. പിന്നെ റെസൊല്യൂഷൻ എന്ന് പറയുമ്പോൾ മെയിനായിട്ടും അമ്മമാരിൽ ജസ്റ്റേഷണൽ ടൈം പീരീഡ് കഴിയുമ്പോൾ, അതായത് പ്രഗ്നൻസി കഴിയുമ്പോൾ ഇത് നോർമൽ ആവാറുണ്ട്. സ്ക്രീനിങ്. ഇനി എന്തൊക്കെ രീതിയിലാണ് നമ്മൾ ഡയബറ്റിസ് മെലിറ്റസ് ഉണ്ടെന്ന് കണ്ടെത്തുന്നതെന്ന്. സ്ക്രീനിങ് ഒക്കെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് നിങ്ങൾക്ക്. 2 രീതിയിലാണ് മെയിനായിട്ട് നമ്മൾ DM നോക്കുന്നത്. ഒന്ന് യൂറിൻ എക്സാമിനേഷനിലൂടെയും ഒന്ന് ബ്ലഡ് ഷുഗർ ടെസ്റ്റിങ്ങിലൂടെയും. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് യൂറിൻ എക്സാമിനേഷൻ. യൂറിൻ എക്സാമിനേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഏകദേശം ഒരു മീൽ കഴിച്ച് കഴിഞ്ഞ് 2 hours കഴിഞ്ഞിട്ട് നമ്മൾ യൂറിനിൽ മൂത്രത്തിൽ ഷുഗറിൻ്റെ അളവുണ്ടോ ഗ്ലൂക്കോസിൻ്റെ അളവുണ്ടോ എന്ന് നോക്കും.
നോർമലി നമ്മുടെ യൂറിനിൽ ഗ്ലൂക്കോസിന്റെ അളവ് ഉണ്ടാവില്ല, ഗ്ലൂക്കോസ് ആബ്സെന്റ് ആയിരിക്കും. പക്ഷേ പ്രസൻസ് അതിൻ്റെ അകത്ത് ഏതെങ്കിലും തരത്തിലുള്ള ഗ്ലൂക്കോസിന്റെ അളവ് ചെറിയ അളവിലോ വലിയ അളവിലോ ഒക്കെ കണ്ടെത്തിയാൽ അതിൻ്റെ അർത്ഥം നമ്മുടെ കിഡ്നിക്ക് ആ ഒരു ഗ്ലൂക്കോസിനെ അബ്സോർബ് ചെയ്യാൻ പറ്റുന്നതിനേക്കാൾ കൂടുതൽ ഷുഗർ അല്ലെങ്കിൽ ഗ്ലൂക്കോസ് നമ്മുടെ ബ്ലഡിൽ ഉണ്ട് എന്നാണ്. അതൊരു കീ സൈൻ ഓഫ് ഡയബറ്റീസ് ആണ്. യൂറിനിലൊക്കെ ഗ്ലൂക്കോസ് കണ്ടു തുടങ്ങിയാൽ അതിൻ്റെ അർത്ഥം നമ്മൾ ഡയബറ്റിക് ആയി തുടങ്ങി എന്നുള്ളതാണ്. പിന്നെ വരുന്നതാണ് കീറ്റോൺസ്. ഗ്ലൂക്കോസ് നമ്മൾ ആദ്യം കണ്ടെത്തി. ഇനി കീറ്റോൺസിന്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ, യൂറിനിൽ കീറ്റോൺസിന്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ ഇൻസുലിന്റെ അഭാവം കൊണ്ട് ഗ്ലൂക്കോസിനെ നമുക്ക് ഇത് ചെയ്യാൻ പറ്റുന്നില്ല, യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നില്ല, ഉപയോഗിക്കാൻ പറ്റാണ്ട് ഈ ഗ്ലൂക്കോസ് നമ്മുടെ ബ്ലഡിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുവാണ്. അപ്പോൾ ഗ്ലൂക്കോസ് ഉണ്ടെങ്കിലാണ് നമുക്ക് എനർജി കിട്ടുള്ളൂ. അപ്പോൾ ഗ്ലൂക്കോസ് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റാണ്ട് വരുമ്പോൾ എനർജിക്ക് വേണ്ടിയിട്ട് നമ്മൾ അടുത്ത സോഴ്സ് തപ്പും, നമ്മുടെ ബോഡി. അതാണ് ഫാറ്റിനെ ബേൺ ചെയ്യും നമ്മുടെ ബോഡി. അങ്ങനെ ഫാറ്റിനെ ബേൺ ചെയ്യുമ്പോൾ ഉണ്ടാവുന്നതാണ് കീറ്റോൺസ്. അതും നമ്മുടെ യൂറിനിൽ കണ്ടാൽ അതിൻ്റെ അർത്ഥം നമ്മുടെ ബോഡിക്ക് ഗ്ലൂക്കോസിന് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റാത്തത്ര രീതിയിൽ ഗ്ലൂക്കോസ് നമ്മുടെ ബ്ലഡിൽ അതിന് മാത്രം ഉണ്ടെന്നാണ്. അതുപോലെ പിന്നെ വരുന്നത് പ്രോട്ടീൻ ലെവല്. ഇപ്പോൾ ഡയബറ്റീസിന്റെ ഒക്കെ ഒരു കോംപ്ലിക്കേഷൻ ആണ് കിഡ്നി ഡാമേജ് എന്ന് പറഞ്ഞാൽ. നെഫ്രോപ്പതി എന്ന് പറയും. കിഡ്നിയുടെ സെൽസിനെ ഗ്ലൂക്കോസിനെ അബ്സോർബ് ചെയ്യാൻ പറ്റുന്നതിനേക്കാൾ കൂടുതൽ എമൗണ്ട് ഗ്ലൂക്കോസ് വരുമ്പോൾ കിഡ്നിയുടെ സെൽസിന് ഡാമേജ് ഉണ്ടാകും. അതാണ് നെഫ്രോപ്പതി വരുന്നത്. അങ്ങനെ വരുമ്പോൾ കിഡ്നിയുടെ ബാക്കി ഫങ്ഷൻസ് ആയ പ്രോട്ടീന് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റാണ്ട് വന്ന് പ്രോട്ടീനും നമ്മുടെ ശരീരത്തിൽ കൂടുതലായിട്ട് കൂടും. അങ്ങനെ വരുമ്പോൾ അത് ഡയബറ്റിസ് കൂടി നല്ലൊരു കോംപ്ലിക്കേഷൻ ഉള്ള രീതിയിലോട്ട് എത്തി എന്നാണ് അതിൻ്റെ അർത്ഥം. സോ ഇത്രയാണ് യൂറിൻ എക്സാമിനേഷനിൽ വരുന്നത്. ബിഫോർ ആഫ്റ്റർ മീലാണ് നമ്മൾ നോക്കുന്നത്. ഗ്ലൂക്കോസിന്റെ പ്രസൻസ് നോക്കുന്നു. നോർമലി അത് നെഗറ്റീവ് ആയിരിക്കും. പ്രസൻസ് ഉണ്ടെങ്കിൽ ഡയബറ്റിസ് ഉണ്ടെന്നാണ് അർത്ഥം. പിന്നെ ബ്ലഡ് ഷുഗർ ടെസ്റ്റ് നമ്മൾ മെയിനായിട്ട് പല ടെസ്റ്റുകൾ നടത്താറുണ്ട്. ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ എന്ന് പറഞ്ഞിട്ട് FBS നോക്കും. റാൻഡം ബ്ലഡ് ഷുഗർ എന്ന് പറഞ്ഞിട്ട് RBS നോക്കും. അതുപോലെ തന്നെ പോസ്റ്റ് പ്രാൻഡിയൽ ബ്ലഡ് ഷുഗർ ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് PPBS നോക്കും. ഓറൽ ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് OGTT നോക്കും. പിന്നെ ഹീമോഗ്ലോബിൻ A1C ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് HbA1c നോക്കും. അതിൽ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ ടെസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ രാത്രി ഭക്ഷണം കഴിക്കാതെ ഇരുന്നിട്ട്, അതായത് രാത്രി അത്താഴം കഴിച്ച് കിടന്നിട്ട് രാവിലെ വെളുപ്പിന് എണീറ്റ് വെറും വയറ്റിൽ പോയി നോക്കുന്നതാണ് ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ. അതൊരു 8+ hours നമ്മൾ ഫാസ്റ്റിംഗ് ആയിട്ട് നമ്മുടെ ബ്ലഡിൽ എന്തോരം ഗ്ലൂക്കോസ് ബാക്കി നിലനിൽക്കുന്നുണ്ട് എന്നറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ നോക്കുന്നത്. അത് ഏകദേശം അതിൻ്റെ വാല്യൂ വരുന്നത് ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗറിൽ ഒരു 100 to ഒരു 125 mg/dl ആണ് വരുന്നത്. 100-ന് താഴെയാണ് നോർമലി നമുക്ക് വരാറ്. 125-ന് മുകളിലോട്ട്, അതായത് 100 മുതൽ 125 വരെ ഒരു പ്രീ ഡയബറ്റിസ് ടൈമാണെന്ന് നമുക്ക് പറയാം. 125-ന് മുകളിലോട്ട് വന്നാൽ അതിൻ്റെ അർത്ഥം അവർക്ക് ഡയബറ്റിസ് ഉണ്ട്, അല്ലെങ്കിൽ അവർ ഡയബറ്റിക് ആണ് എന്നാണ് അർത്ഥം. സോ അതാണ് ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ. പിന്നെ വരുന്നത് റാൻഡം ബ്ലഡ് ഷുഗർ ആണ്. റാൻഡം ബ്ലഡ് ഷുഗറിൽ എന്ന് പറയുമ്പോൾ ഏതൊരു ടൈമിലും നമുക്ക് നോക്കാവുന്നതാണ്. നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ അഡ്മിറ്റ് ആകുമ്പോൾ പെട്ടെന്ന് ചെന്ന് നോക്കുന്നത് റാൻഡം ബ്ലഡ് ഷുഗർ ആണ്. അതിൽ നമ്മൾ പെട്ടെന്ന് ബ്ലഡ് എടുത്തിട്ട് അപ്പം തന്നെ ഷുഗർ നോക്കുന്നതാണ് റാൻഡം ബ്ലഡ് ഷുഗർ. ഇതിൽ നമ്മൾ ഗ്ലൂക്കോമീറ്റർ വെച്ചിട്ട്, ഈ കാണുന്ന എക്യുപ്മെൻ്റ് ആണ് ഗ്ലൂക്കോമീറ്റർ. ആ ഗ്ലൂക്കോമീറ്റർ ഓണാക്കി ഈ ഒരു സ്ട്രിപ്പ് വെച്ചിട്ട് നമ്മുടെ വിരലിൻ്റെ അറ്റത്ത് ഒരു പിൻ പോയിന്റിൽ കുത്തി അവിടെ നിന്നൊരു ബ്ലഡ് എടുത്ത് നമ്മളിതാ ഇവിടെ വെച്ച് നോക്കി. അങ്ങനെ നമ്മൾ കാണുന്നതിനെ GRBS, അതിനെ ജനറൽ റാൻഡം ബ്ലഡ് ഷുഗർ എന്ന് പറയും. അത് നമ്മൾ ആക്ച്വലി ഗ്ലൂക്കോമീറ്റർ എന്ന ഡിവൈസ് യൂസ് ചെയ്തെടുക്കുന്നതാണ്. അത് നമ്മുടെ കാപ്പിലറി ബ്ലഡ് ആണ് എടുക്കുന്നത്. അല്ലാണ്ട് RBS നമ്മുടെ സാധാരണ ബ്ലഡ് എടുക്കുന്നിടത്തു നിന്ന് എടുക്കുന്നതുകൊണ്ട് അങ്ങനെ നോക്കുന്നതാണ്. അതിന് വയറ് കാലിയായിരിക്കണം എന്നൊന്നുമില്ല. എപ്പോൾ വേണമെങ്കിലും, രാവിലെയോ പകലോ എപ്പോൾ വേണമെങ്കിലും നോക്കും. അതാണ് റാൻഡം ബ്ലഡ് ഷുഗർ. റാൻഡം ബ്ലഡ് ഷുഗർ നമ്മുടെ വാല്യൂ നോക്കുവാണെങ്കിൽ ഒരു 200-ന് മുകളിലൊക്കെ വന്നാൽ ഡയബറ്റിക് ആണെന്നാണ് അർത്ഥം. 200-ന് താഴെയായിരിക്കും നോർമലായിട്ട് വരുന്നത്. 200-ന് മുകളിൽ വന്നാൽ DM ആണ്, ഡയബറ്റിസ് ആണെന്നാണ് അർത്ഥം. പിന്നെ വരുന്നതാണ് പോസ്റ്റ് പ്രാൻഡിയൽ ബ്ലഡ് ടെസ്റ്റ്, PPBS എന്ന് പറയും. അത് നമ്മൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞ് 2 hours കഴിഞ്ഞിട്ട് നമ്മൾ ചെക്ക് ചെയ്യുന്നതാണ് പോസ്റ്റ് പ്രാൻഡിയൽ ബ്ലഡ് ഷുഗർ ടെസ്റ്റ്. അതിൻ്റെ റേഞ്ച് വരുമ്പോൾ ഒരു 140 മുതൽ ഒരു 200 വരെയാണ് വരുന്നത്. അതും 200-ന് മുകളിലോട്ട് പോയാൽ ഡയബറ്റിസ് ആണെന്ന് അർത്ഥം. 140-ൽ താഴെയാണ് നോർമൽ വരേണ്ടത്. 140 മുതൽ 200 വരെ ഒരു പ്രീ ഡയബറ്റിക് പീരീഡ് ആണെന്ന് നമുക്ക് പറയാം.
പിന്നെ വരുന്നത് ഓറൽ ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ് ആണ്. ഇതിൽ നമ്മൾ ആദ്യം ഫാസ്റ്റിംഗ് ചെയ്യും, അതായത് ഭക്ഷണം കഴിക്കാണ്ട് ഒരു 8+ hours നിൽക്കും. എന്നിട്ട് ഒരു ഷുഗർ ഡ്രിങ്ക് അഥവാ ഗ്ലൂക്കോസ് കലക്കിയ വെള്ളം നമ്മളെ കൊണ്ട് കുടിപ്പിക്കും. അത് കുടിച്ചു കഴിഞ്ഞ് ഓരോ അവറും 1 hour ഇട്ട് 1 hour ഇടവിട്ട് നമ്മൾ ബ്ലഡ് എടുത്ത് ടെസ്റ്റ് ചെയ്ത് നോക്കും. ആ ഓരോ അവർ കഴിയുമ്പോഴും എത്രമാത്രം 1 hour നമ്മുടെ ബോഡി എന്തോരം ഗ്ലൂക്കോസിനെ സെല്ലിലോട്ട് എടുക്കുന്നു അല്ലെങ്കിൽ യൂട്ടിലൈസ് ചെയ്യുന്നു എന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാണ്. അതും 140 to 199, അതായത് 200 ആണ് റേഞ്ച് വരുന്നത്. 200ന് മുകളിൽ വന്നാൽ ഡയബറ്റിക് ആണെന്നാണ് അർത്ഥം. ഒരു 140ക്ക് താഴെയാണ് നോർമലി നിൽക്കേണ്ടത്. അത് ഓറൽ ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ് അഥവാ OGTT ടെസ്റ്റ്. പിന്നെ വരുന്നതാണ് ഹീമോഗ്ലോബിൻ HbA1c ടെസ്റ്റ്. അത് ഏകദേശം ഒരു 2-3 മാസത്തെ ആവറേജ് ഇതാണ് നോക്കുന്നത്. അതൊരു 4.5% to 6.5% ആണ് നമ്മുടെ നോർമൽ വാല്യൂ വരുന്നത്. 6.5ന് മുകളിലോട്ട് വന്നാൽ ഡയബറ്റിക് ആണെന്നാണ് അർത്ഥം. സോ ഈ ബ്ലഡ് ഷുഗർ എല്ലാം നമ്മൾ നോക്കുന്നത് പെട്ടെന്ന് ഒരാൾക്ക് തല കറങ്ങി വീഴുവാണെങ്കിൽ നമ്മൾ റാൻഡം ബ്ലഡ് ഷുഗർ ചെയ്ത് നോക്കും. ആള് ബ്ലഡ് ഷുഗർ കുറഞ്ഞിട്ടാണോ അല്ലെങ്കിൽ കൂടിയിട്ടാണോ ഇങ്ങനെ ഒരു ഇത് വന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. പിന്നെ സ്ഥിരമായിട്ട് ഡയബറ്റിക് ആയിട്ടുള്ള ആളുകളിൽ അല്ലെങ്കിൽ ഇൻസുലിൻ എടുക്കുന്ന ആളുകളിൽ അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും ഒരു ഡിഫറൻസ് കണ്ടാൽ ഗ്ലൂക്കോസിൽ ഇതൊക്കെ കണ്ടാൽ അവരുടെ ബോഡി എങ്ങനെ അതിൻ്റെ ഗ്ലൂക്കോസിൻ്റെ ബേസ് ലെവൽ, അവരുടെ ബോഡിയിലുള്ള ഗ്ലൂക്കോസിൻ്റെ ബേസ് ലൈൻ ലെവൽ അറിയാൻ വേണ്ടിയിട്ട് എടുക്കുന്നതാണ് ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ ലെവൽ. ഇനി ഫുഡ് കഴിച്ച് കഴിയുമ്പോൾ നമ്മുടെ ബോഡി എങ്ങനെ ഗ്ലൂക്കോസിനെ അക്സെപ്റ്റ് ചെയ്യുന്നു എന്നറിയാൻ വേണ്ടിയിട്ടാണ് പോസ്റ്റ് പ്രാൻഡിയൽ ബ്ലഡ് ടെസ്റ്റ് നമ്മൾ എടുക്കുന്നത്. അത് 2 hourന് ശേഷം, മീലിന് കഴിഞ്ഞിട്ട് 2 hourന് ശേഷം. പിന്നെ നമ്മുടെ ബോഡി കോമൺ ആയിട്ട് ഓരോ അവറിലെയും എങ്ങനെയാണ്, ആദ്യം കൂടുതലായിട്ട് എടുക്കുവാണോ അതോ ഓരോ അവറിലും ഒട്ടും എടുക്കാണ്ടിരിക്കുകയാണോ എന്ന് കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓറൽ ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ് കണ്ടെത്തുന്നത്. പിന്നെ ഒരാൾക്ക് പെട്ടെന്ന് ഇപ്പോൾ ബ്ലഡിൽ നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ വല്ലാണ്ട് ഷുഗർ കാണിക്കുന്നുണ്ടെങ്കിൽ ആൾക്ക് ആദ്യമായിട്ട് ടെസ്റ്റ് ചെയ്തപ്പോഴാണ് ഇത്രയും ഇത് കാണിക്കുന്നതെങ്കിൽ കഴിഞ്ഞ മാസങ്ങളിലൊക്കെ ആൾക്ക് ഓൾറെഡി ഉണ്ടായിരുന്നതാണോ അല്ലെങ്കിൽ പെട്ടെന്നുണ്ടായ സ്പൈക്ക് ആണോ എന്നൊക്കെ അറിയാൻ വേണ്ടി നമ്മൾ HbA1c നോക്കും. അപ്പോൾ കഴിഞ്ഞ 2-3 മാസമായിട്ട് ആൾക്ക് എന്തോരം ഷുഗറിൽ ബ്ലഡിൽ ഷുഗർ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് അറിയാൻ പറ്റും. അത് ആ ഒരു സ്പെസിഫിക് ഹീമോഗ്ലോബിൻ ടെസ്റ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് അറിയാൻ പറ്റുക. ഇത്രയാണ് നമ്മൾ മെയിനായിട്ട് ബ്ലഡ് ഷുഗർ ടെസ്റ്റിൽ നമ്മൾ നോക്കാറ്. ഇതിൻ്റെയൊക്കെ ബേസിസിലാണ് നമ്മൾ സ്ക്രീനിങ് നടത്തുന്നത്. ആൾ ഡയബറ്റിക് ആണോ അല്ലയോ, അല്ലെങ്കിൽ ജസ്റ്റ് ഹൈപ്പർ ഗ്ലൈസീമിയ എന്നൊരു സ്റ്റേറ്റിൽ മാത്രമാണ് ആൾ നിൽക്കുന്നത് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സ്ക്രീനിങ് യൂസ് ചെയ്യുന്നത്. അതുപോലെ ഈ സ്ക്രീനിങ് എന്ന് പറയുന്നത് നമ്മൾ എല്ലാവരിലും ചെയ്താൽ അത്ര എഫക്റ്റീവ് ആവണമെന്നില്ല. ഏറ്റവും കൂടുതൽ എഫക്റ്റീവ് ആവുന്നത് ഒരു ഹൈ റിസ്ക് ഗ്രൂപ്പ് ഉണ്ട്. ഹൈ റിസ്ക് ഗ്രൂപ്പിന് ചെയ്യുമ്പോഴാണ് കൂടുതൽ എഫക്റ്റീവ്നെസ് നമ്മൾ കാണുന്നത്. ആ ഗ്രൂപ്പിൽ പെടുന്നവരാണ് 1 40 വയസ്സിന് മുകളിലുള്ളവർ, 2 ഫാമിലിയിൽ ഡയബറ്റീസിൻ്റെ ഹിസ്റ്ററി ഉള്ളവർ, ഒബീസ് ആയിട്ടുള്ളവർ, അതുപോലെ ഡെലിവറി ആകുമ്പോൾ ഒരു 4.5 അല്ലെങ്കിൽ ഒരു 3.5 3.5 കിലോയ്ക്ക് മുകളിലോ അല്ലെങ്കിൽ 4.5 കിലോയ്ക്ക് മുകളിലോ ബേബിയുടെ വെയിറ്റ് ഉള്ളവർ, ഉണ്ടാവുന്ന കുഞ്ഞിന് 4.5 കിലോയിൽ അല്ലെങ്കിൽ 3.5 കിലോയിൽ മുകളിൽ വെയിറ്റ് ഉണ്ടെങ്കിൽ ആ അമ്മയ്ക്ക് ഡയബറ്റീസ് ഉണ്ടായിട്ടുള്ളവൻ സാധ്യത കൂടുതലുണ്ട്. പിന്നെ വെയിറ്റ് ഗെയിൻ പ്രഗ്നൻസി ടൈമിൽ സാധാരണ ഒരു 11 kg ആണ് ടോട്ടൽ പ്രഗ്നൻസി ടൈമിൽ നമുക്ക് ഉണ്ടാവേണ്ടത്. പക്ഷെ അതിൽ കൂടുതൽ വെയിറ്റ് ഗെയിൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതും നമ്മൾ ചെക്ക് ചെയ്യണം. അതുപോലെ പ്രീമച്ചുവർ അതെറോസ്ക്ലിറോസിസ്, സാധാരണ അതെറോസ്ക്ലിറോസിസ് ഉണ്ടാവേണ്ട സാഹചര്യങ്ങളിലും അല്ലെങ്കിൽ ആ ഒരു പ്രായത്തിലും അല്ലാണ്ട് അതെറോസ്ക്ലിറോസിസ് എന്ന് പറയുമ്പോൾ ആർട്ടറീസ് നാരോ ആയി അല്ലെങ്കിൽ ഹാർഡൻഡ് ആയിട്ട് പോകുന്നത്. അങ്ങനെ ഒരു കണ്ടീഷൻ നേരത്തെ മുൻകൂട്ടി വരുന്നവരിൽ നമ്മൾ അവർ ഡയബറ്റിക് ആണോ എന്നും കൂടി ചെക്ക് ചെയ്യണം. കോമൺ ആയിട്ട് എല്ലാവരിലും ഒരുമിച്ച് ചെക്ക് ചെയ്താൽ കൂടുതൽ ആളുകളിൽ ഇതെത്താൻ അല്ലെങ്കിൽ ആവശ്യം കൂടുതലുള്ള ആളുകളിൽ ഇതെത്താനുള്ള സാധ്യത കുറവാണ്. സോ നമ്മൾ ഹൈ റിസ്ക് ആയിട്ടുള്ള ആൾക്കാരിൽ കണ്ടെത്തിയാൽ ഏർലി നമുക്ക് നേരത്തെ തന്നെ ഇത് ഡിറ്റക്ട് ചെയ്യാൻ പറ്റി അവർ കോംപ്ലിക്കേഷനിലോട്ട് പോകാണ്ട് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും. അപ്പോൾ അത്രയാണ് നമ്മൾ സ്ക്രീനിങ്ങിനെ പറ്റി പറഞ്ഞത്. ഇനി പറയുന്നത് പ്രിവെൻഷൻ, എങ്ങനെയൊക്കെ നമുക്ക് ഇതിനെ തടയിടാം. മെയിനായിട്ട് പ്രിവെൻഷൻസ് വരുന്നത് പ്രൈമറി പ്രിവെൻഷൻ, സെക്കൻഡറി പ്രിവെൻഷൻ, ടെർഷ്യറി പ്രിവെൻഷൻ എന്നിങ്ങനെയാണ്. പ്രൈമറി പ്രിവെൻഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് വരാൻ സാധ്യതയുള്ള ആളുകളിൽ നിന്ന് ഈ രോഗം വരാതെ തടയുക എന്നതാണ്. അവോയ്ഡ് ദ ഇൽനെസ് ആണ് മെയിനായിട്ട് നമ്മൾ പ്രൈമറി പ്രിവെൻഷനിൽ ഉദ്ദേശിക്കുന്നത്. അസുഖം വരാത്തവരിൽ, അസുഖം ഇതുവരെ അവരിൽ വന്നിട്ടില്ല എന്നാൽ അവരിൽ വരാൻ സാധ്യതയുണ്ട്, സോ അവരെ നമ്മൾ തടയിടുന്നു. അങ്ങനെ ഒരു അസുഖം വരാതിരിക്കാൻ നമ്മൾ മാക്സിമം നോക്കുന്നു. അങ്ങനെ അല്ലെങ്കിൽ ആ അസുഖം വരാനുള്ള സാഹചര്യങ്ങളെ നമ്മൾ ഒഴിവാക്കുന്നതാണ് പ്രൈമറി പ്രിവെൻഷൻ എന്ന് പറഞ്ഞാൽ. സെക്കൻഡറി പ്രിവെൻഷൻ എന്ന് പറഞ്ഞാൽ
ഈ അസുഖത്തെ ഏറ്റവും നേരത്തെ ഡിറ്റക്റ്റ് ചെയ്യുക, ഏറ്റവും നേരത്തെ ചികിത്സിക്കുക, എത്രയും പെട്ടെന്ന് കണ്ടെത്തുക, ചികിത്സിക്കുക, അതാണ് മെയിനായിട്ട് സെക്കൻഡറി പ്രിവെൻഷനിൽ വരുന്നത്. അതിലൂടെ ഇത് ഫർദർ കോംപ്ലിക്കേറ്റഡ് ആവാണ്ട് അല്ലെങ്കിൽ ഫർദർ പ്രോഗ്രസ് ആവാണ്ട് ഒരു നിത്യരോഗിയാകാണ്ട് ഇവരെ കാക്കുക എന്നുള്ളതാണ് സെക്കൻഡറി പ്രിവെൻഷൻ. ടെർഷറി പ്രിവെൻഷൻ എന്ന് പറയുമ്പോൾ അസുഖം ഓൾറെഡി അവർക്ക് വന്നു, അതിന്റെ ഇമ്പാക്റ്റ് കുറയ്ക്കുക. ഓൾറെഡി അവർ ഡയബറ്റിക് ആണ്, അപ്പോൾ അവർക്ക് ഇൻസുലിൻ എടുത്ത് അവരെ ഷുഗർ കുറയുന്ന അവസ്ഥയിൽ നിന്ന് അല്ലെങ്കിൽ ഷുഗർ ഒത്തിരി കൂടുന്ന അവസ്ഥയിലേക്ക് നയിക്കാതെ, കോംപ്ലിക്കേഷൻസിലോട്ട് നയിക്കാതെ, നോർമലായിട്ടൊരു ലൈഫ് വിത്ത് ദിസ് കണ്ടീഷൻ, ഈ ഒരു അസുഖത്തോട് കൂടി തന്നെ നോർമലായിട്ടൊരു കണ്ടീഷൻ നോർമലായിട്ടൊരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ അവരെ ഹെൽപ്പ് ചെയ്യുക, അതാണ് ടെർഷറി പ്രിവെൻഷൻ. സോ ഇത്രയാണ് വരുന്നത് മെയിനായിട്ട് പ്രൈമറി പ്രിവെൻഷൻ, സെക്കൻഡറി പ്രിവെൻഷൻ ആൻഡ് ടെർഷറി പ്രിവെൻഷൻ. ഇനി ഇത് ഏതൊക്കെയാണെന്ന് നമുക്ക് ഫർദർ ആയിട്ട് നോക്കാം. പ്രൈമറി പ്രിവെൻഷനിൽ 2 സ്ട്രാറ്റജീസ് ആണ് മെയിൻലി യൂസ് ചെയ്യുന്നത്. അതിൽ വരുന്നതാണ് പോപ്പുലേഷൻ സ്ട്രാറ്റജിയും ഹൈ റിസ്ക് സ്ട്രാറ്റജിയും. പോപ്പുലേഷൻ സ്ട്രാറ്റജിയിൽ ബ്രോഡ് പോളിസീസ് ആയിരിക്കും, അഥവാ എല്ലാവർക്കും, എൻറ്റയർ കമ്മ്യൂണിറ്റിക്ക് ആയിരിക്കും നമ്മൾ ഇത് കൊടുക്കുന്നത്. മൊത്തത്തിൽ ആ ഒരു ജനത്തിന് മൊത്തത്തിലായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്, എൻറ്റയർ കമ്മ്യൂണിറ്റിക്ക്. മെയിനായിട്ട് അതിൻ്റെ അകത്ത് വരുന്നത് എന്തൊക്കെയാണ്? ഹെൽത്തി ഫുഡ് കൊടുക്കുക, എക്സസൈസ് പ്രൊമോട്ട് ചെയ്യുക, അങ്ങനെ എല്ലാവരിലും റിസ്ക് കുറയ്ക്കുക, എല്ലാവരിലും, കമ്മ്യൂണിറ്റിയിലുള്ള അല്ലെങ്കിൽ ആ സൊസൈറ്റിയിലുള്ള എല്ലാവരെയും ഹെൽത്തി ആക്കുക, എല്ലാവർക്കും നല്ല ഫുഡ് പ്രൊവൈഡ് ചെയ്യുക, എല്ലാവർക്കും ആ ഒരു റിസ്ക് കുറയ്ക്കുക എന്നുള്ളതാണ് പോപ്പുലേഷൻ സ്ട്രാറ്റജിയിൽ വരുന്നത്. പിന്നെ വരുന്നത് ഹൈ റിസ്ക് സ്ട്രാറ്റജിയാണ്. ഹൈ റിസ്ക് സ്ട്രാറ്റജി എന്ന് പറയുമ്പോൾ തന്നെ മെയിനായിട്ട് ഹൈ റിസ്ക് ആയിട്ടുള്ള ഹയസ്റ്റ് ഇൻഡിവിജ്വൽ റിസ്ക് അല്ലെങ്കിൽ പ്രീ ഡയബറ്റിക് കണ്ടീഷനിലുള്ള അല്ലെങ്കിൽ ഫാമിലിക്ക് ഡയബറ്റീസിന് ഹിസ്റ്ററി ഉള്ള അല്ലെങ്കിൽ അവരുടെ ജീവിത രീതി വെച്ചിട്ട് അവർക്ക് ഡയബറ്റീസ് വരാൻ സാധ്യത കൂടുതലുണ്ട്, അല്ലെങ്കിൽ അവരുടെ ആരോഗ്യം വെച്ചിട്ട് ഡയബറ്റീസ് വരാൻ സാധ്യത കൂടുതലുള്ള ആളുകളിൽ കുറച്ചും കൂടെയും ഇൻറ്റൻസീവായിട്ടും ഇൻഡിവിജ്വലി സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ യൂസ് ചെയ്തിട്ട് ഇൻ്റർവെൻഷൻസ് കൊടുത്തുകൊണ്ട് അവർക്ക് ഈ അസുഖത്തെ തടയുക. പ്രീ ഡയബറ്റിക് എന്ന ആ ഒരു സാധ്യതയിൽ നിന്ന് ഡയബറ്റിക് എന്നൊരവസ്ഥയിലോട്ട് നയിക്കാതെ ഇരിക്കാൻ ഒരു തടയിടുക, അതാണ് ഹൈ റിസ്ക് സ്ട്രാറ്റജിയിൽ വരുന്നത്. ഇനി പോപ്പുലേഷൻ സ്ട്രാറ്റജിയും ഹൈ റിസ്ക് സ്ട്രാറ്റജിയും എന്തൊക്കെയാന്ന് പറഞ്ഞാൽ, പോപ്പുലേഷനിലെ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നു, ഡയറ്റും ഫിസിക്കൽ ആക്ടിവിറ്റിയും ഹെൽത്തി വെയിറ്റ് ഒക്കെ വെച്ചിട്ട്. പിന്നെ ആവശ്യത്തിന് അവയർനെസ്സും എഡ്യൂക്കേഷനും നമ്മൾ അവർക്ക് കൊടുക്കുന്നു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് സ്ക്രീനിങ് പ്രോഗ്രാംസ് നടത്തുന്നു, ക്യാമ്പൊക്കെ നടത്തിയിട്ട് ചെക്ക് ചെയ്യുന്നു. കമ്മ്യൂണിറ്റി ബേസ്ഡ് പ്രോഗ്രാംസ് നമ്മൾ നടത്തുന്നു, അതായത് കോമൺ ആയിട്ട് എക്സസൈസ് അല്ലെങ്കിൽ മാരത്തൺസ് ഒക്കെ ഇതിൻ്റെ അവയർനെസ്സിന് വേണ്ടി നടത്തുക. അതുപോലെ ക്ലാസ്സുകൾ എടുത്തു കൊടുക്കുക, കോമൺ ആയിട്ട് കമ്മ്യൂണിറ്റിയിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് നിയന്ത്രിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞു കൊടുക്കുക. അതൊക്കെയാണ് പോപ്പുലേഷൻ സ്ട്രാറ്റജി. ഹൈ റിസ്ക് സ്ട്രാറ്റജിയിൽ വരുമ്പോൾ ഹൈ റിസ്ക് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിനെ ആദ്യം കണ്ടെത്തുക. റിസ്ക് ഫാക്ടേഴ്സ് ആയി ഫാമിലി ഹിസ്റ്ററി, ഒബീസിറ്റി, ഫിസിക്കൽ ഇനാക്ടിവിറ്റി, മേലനങ്ങാതിരിക്കുന്നവർ അല്ലെങ്കിൽ അവരുടെ ജോലി കാരണം അവർക്ക് അധികം ആക്ടിവിറ്റീസ് ഇല്ലാത്തവർ, അങ്ങനെയുള്ളവരെയൊക്കെ കണ്ടെത്തുക. എന്നിട്ട് അവരിൽ റിസ്ക് അസസ്മെന്റ് ചെയ്യുക. റിസ്ക് അസസ്മെന്റ് ചെയ്യാൻ നമ്മൾ പല ടൂളും യൂസ് ചെയ്യാറുണ്ട്. അതിലൊന്നാണ് ഇന്ത്യൻ ഡയബറ്റിസ് റിസ്ക് സ്കോർ എന്ന് പറഞ്ഞാൽ. അത് ഒരു 4 ഫാക്ടർ യൂസ് ചെയ്തിട്ട് ടൈപ്പ് 2 ഡിയും വരാൻ സാധ്യത കൂടുതലുള്ള ആളുകളെ കണ്ടെത്തുന്ന ഒരു ടൂളാണ് ഇന്ത്യൻ ഡയബറ്റിസ് റിസ്ക് സ്കോർ എന്ന് പറഞ്ഞാൽ. അത് ആക്ച്വലി നമ്മുടെ ഏജ്, നമ്മുടെ പൊണ്ണത്തടി, അതുപോലെ തന്നെ ഫിസിക്കൽ ആക്ടിവിറ്റി എന്തോരം ഉണ്ടെന്ന് നോക്കിയിട്ട്, ഫാമിലി ഹിസ്റ്ററി ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് ടൈപ്പ് 2 ഡയബറ്റിസ് മെലിറ്റസ് വരാൻ സാധ്യതയുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നതാണ് IDRS. പിന്നെ ലൈഫ് സ്റ്റൈൽ ഇൻ്റർവെൻഷൻസ് ആയ പേഴ്സണലൈസ്ഡ് ലൈഫ് സ്റ്റൈൽ കൗൺസിലിങ്ങും സപ്പോർട്ടും പ്രൊവൈഡ് ചെയ്യുക. ഫാർമക്കോളജിക്കൽ ഇൻ്റർവെൻഷൻസ് ആയ മെറ്റ്ഫോർമിനോ അല്ലെങ്കിൽ അതർ മെഡിക്കേഷൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുക. റെഗുലറി അവരെ മോണിറ്റർ ചെയ്യുക. ഇതൊക്കെയാണ് ഹൈ റിസ്ക് സ്ട്രാറ്റജിയിൽ വരുന്ന ഇൻ്റർവെൻഷൻസ്. അപ്പോൾ അത്രയും നമ്മൾ പ്രൈമറി പ്രിവെൻഷനിൽ പറഞ്ഞു, പോപ്പുലേഷൻ സ്ട്രാറ്റജിയും ഹൈ റിസ്ക് സ്ട്രാറ്റജിയും. സെക്കൻഡറി പ്രിവെൻഷനാണ് അടുത്തത്. സെക്കൻഡറി പ്രിവെൻഷനിൽ നമ്മൾ ഓൾറെഡി ഡയബറ്റീസ് ഡിറ്റക്ട് ചെയ്തു, അത് നമ്മൾ മെയിനായിട്ട് ട്രീറ്റ് ചെയ്യുക. അതിലെന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന് ഈ ഒരു ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ ഒരു നോർമൽ എന്നുള്ള രീതിയിലോട്ട് കൊണ്ടുവരിക, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നോർമലിൻ്റെ അടുത്തോട്ട് എത്ര എത്തിക്കാൻ പറ്റുമോ അത്രയും വെച്ച് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ ബോഡി വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യുക. ഇതാണ് മെയിനായിട്ട് എയിമായിട്ട് വരുന്നത് സെക്കൻഡറി പ്രിവെൻഷൻ്റെ. ഇനി ഇത് എന്തൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്? ഒന്ന്, സ്മോൾ ബാലൻസ്ഡ് മീൽസ് കൊടുക്കുക. നമ്മൾ പറഞ്ഞു അവർക്ക് വിശപ്പ് കൂടുതലായിരിക്കും, അപ്പോൾ ആഹാരത്തിൻ്റെ അളവ് കുറയ്ക്കാൻ പറഞ്ഞാലോ അല്ലെങ്കിൽ ആഹാരം കഴിക്കുന്നത് കുറയ്ക്കാൻ പറഞ്ഞാലോ അവർക്ക് അത് അത്ര പറ്റണം എന്നില്ല. സോ നമ്മൾ ചെറിയ ചെറിയ മീല് ഫ്രീക്വൻ്റ് ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് കൊടുത്തുകൊണ്ടിരിക്കുക. ആദ്യം ഒരു ബിസ്ക്കറ്റ്, അതായത് നോൺ ഷുഗറി ആയിട്ടുള്ള ബിസ്ക്കറ്റ്, പിന്നെ ഒരു ഫ്രൂട്ട്സ്,
ഒത്തിരി പഴുക്കാത്ത ഫ്രൂട്ട്സ്, പിന്നെ ഹെൽത്തി ആയിട്ടുള്ള ഗ്രെയിൻസ്, റാഗി, ഫൈബർ റിച്ച് ആയിട്ടുള്ള സാധനങ്ങൾ, വെജിറ്റബിൾസ്, സൂപ്സ്, അങ്ങനെയുള്ള സാധനങ്ങൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അവരെ കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അവർക്ക് വിശപ്പിൻ്റെ ഇതും വരില്ല, എന്നാൽ അവർ ഓവറായിട്ട് അൺന്യൂട്രീഷ്യസ് ആയിട്ടുള്ള കാര്യങ്ങൾ കഴിച്ചൊന്നും ഉണ്ടാവില്ല. പിന്നെ ഡയറ്റും ഓറൽ ആൻറ്റി ഡയബറ്റിക് ഡ്രഗ്സും ആദ്യം സ്റ്റാർട്ട് ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ ഡയറ്റും ഇൻസുലിനും പ്രൊവൈഡ് ചെയ്യുക. ബ്ലഡ് ഗ്ലൂക്കോസ് നന്നായിട്ട് കൺട്രോൾ ചെയ്ത് നോർമലി ലൈഫ് സ്റ്റൈൽ മുന്നോട്ട് കൊണ്ടുപോവുക. അതൊരു പ്രശ്നമാകാത്ത രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് സെക്കൻഡറി പ്രിവെൻഷൻ. അതുപോലെ തന്നെ മെയിൻ ആയിട്ടുള്ള ആളുകളെ കണ്ടുപിടിച്ച് ഏറ്റവും നേരത്തെ കണ്ടെത്തുക, ഏറ്റവും നല്ല ചികിത്സ പ്രൊവൈഡ് ചെയ്യുക. നമ്മൾ അതിൽ വരുന്നതാണ് റൊട്ടീനായിട്ട് നമ്മൾ ചെക്ക് ചെയ്യും. ഒരു ഡൗട്ട് ഉണ്ട്, ഷുഗർ വരാൻ ചാൻസ് ഉണ്ടെങ്കിൽ നമ്മൾ റൊട്ടീനായിട്ട് ചെക്ക് ചെയ്യും. ബ്ലഡ് ഷുഗർ നോക്കും, യൂറിനിൽ പ്രോട്ടീനും കീറ്റോണും ഉണ്ടോ എന്ന് നോക്കും, ബ്ലഡ് പ്രഷർ നോക്കും, വിഷ്വൽ ആക്ടിവിറ്റി നോക്കും, വെയിറ്റ് ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യും, ഫീറ്റ് ചെക്ക് ചെയ്യും. ഫീറ്റ് ചെക്ക് ചെയ്യുന്നത് വെച്ചാൽ ഡയബറ്റിസ് വരുന്നവരിൽ ഏറ്റവും കൂടുതലായിട്ട് കാണുന്നതാണ് ഡയബറ്റിസ് ഫൂട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോംപ്ലിക്കേഷൻ. അത് നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് നമ്മുടെ കാൽപാദങ്ങളാണ്. അതിൻ്റെ അടിയൊക്കെ അത്യാവശ്യം ഹാർഡായിരിക്കും. സോ നമ്മൾ ചെരുപ്പ് യൂസ് ചെയ്തോ അല്ലെങ്കിൽ പുറത്തോടെ നടക്കുമ്പോഴോ എങ്ങനെയെങ്കിലും ഒരു ചെറിയൊരു മുറിവെങ്കിലും നമ്മുടെ കാലിൽ വന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ബ്ലഡ് സർക്കുലേഷൻ ആ കാലിലോട്ട് പോകാതിരുന്ന്, നമ്മുടെ ഡയബറ്റീസ് ഒക്കെ വരുമ്പോൾ ഉള്ളൊരു കോംപ്ലിക്കേഷനാണ് നമ്മുടെ ബ്ലഡ് വെസൽസിനൊക്കെ തകരാറ് സംഭവിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ താഴോട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ കുറഞ്ഞിട്ട് നമ്മുടെ ചിലപ്പോൾ കാലിൻ്റെ അറ്റത്തോട്ട് ഏറ്റവും തുമ്പത്തോട്ടൊന്നും ഇത് ഉണ്ടാവണം എന്നില്ല ബ്ലഡ് സർക്കുലേഷൻ. അങ്ങനെ ഉണ്ടാകുമ്പോൾ നമ്മുടെ ഫീറ്റിൽ പെട്ടെന്ന് മുറിവുകളോ അല്ലെങ്കിൽ ഡാമേജോ ഡിസ്ട്രക്ഷനോ ഒക്കെ ഉണ്ടാകാം. സെല്ലൊക്കെ ചിലപ്പോൾ നശിക്കാം. ഈ സെൻസിറ്റിവിറ്റി കുറവായിരിക്കും ഡയബറ്റീസ് ഉള്ളവർക്ക്. അപ്പം നമ്മൾ അറിയില്ല ഈ ഒരു കണ്ടീഷൻ നമ്മുടെ കാലിലുണ്ടെന്ന് അറിയില്ല. സോ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഫീറ്റ് ചെക്ക് ചെയ്യണം. അങ്ങോട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ നോർമൽ ആണെന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. കാരണം നമ്മളത് അറിയാണ്ടിരുന്നാൽ ഇത് അവിടെ ഇരുന്ന് പഴുത്താലും നമ്മൾ ചിലപ്പോൾ അറിയണമെന്നില്ല. അങ്ങനെ വന്നു കഴിയുമ്പോൾ ഇൻഫെക്ഷനൊക്കെ കയറി കഴിഞ്ഞാൽ ആംബ്യൂട്ട് ചെയ്യേണ്ട വരെ വരും. നമ്മുടെ ഫീറ്റ് നമുക്ക് മുറിച്ച് കളയേണ്ട വരെ വരും. പിന്നെ വരുന്നതാണ് ലോസ് ഓഫ് സെൻസേഷൻ കുറവായിരിക്കും. അങ്ങനെ വരുമ്പോൾ സ്കിന്നിൻ്റെ ഹെൽത്ത് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതൊക്കെ നമ്മൾ റുട്ടീനായിട്ട് ചെക്ക് ചെയ്യേണ്ട കാര്യങ്ങളാണ്, കോംപ്ലിക്കേഷൻസിലോട്ട് നയിക്കാണ്ട്. അല്ലെങ്കിൽ ഫർദർ ആ ഒരു നിത്യരോഗിയായിട്ട് മാറാതിരിക്കാൻ, അല്ലെങ്കിൽ അതിൻ്റെ പ്രശ്നങ്ങൾ ഒത്തിരി അനുഭവിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ ചെക്ക് ചെയ്യണം. മെയിനായിട്ട് സെക്കൻഡറി പ്രിവെൻഷനിൽ വരുന്നത് സെൽഫ് കെയർ ആണ്. സ്വന്തമായിട്ട് കെയർ ചെയ്യുക. ഡയബറ്റിക്സ് ഉള്ളവരാണെങ്കിൽ സ്വന്തം കെയറിനെ അവർ തന്നെ ഒരു റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കണം. ഡയറ്റ് കൃത്യമായിട്ട് നിയന്ത്രിക്കണം, ഡ്രഗ്സ് കൃത്യമായിട്ട് കഴിക്കണം. അതായത് മെഡിസിൻസ്, ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത മെഡിസിൻസ് കറക്റ്റ് ടൈമിൽ കറക്റ്റായിട്ട് കഴിക്കണം. സ്വന്തം യൂറിനും അതുപോലെ തന്നെ ബ്ലഡ് ഗ്ലൂക്കോസും ഒക്കെ എപ്പോഴൊക്കെ ചെക്ക് ചെയ്യാൻ സാഹചര്യങ്ങളുണ്ടോ അപ്പോഴൊക്കെ ചെക്ക് ചെയ്യണം. അതുപോലെ ഇൻസുലിൻ അഡ്മിനിസ്ട്രേഷൻ ഉണ്ടെങ്കിൽ അത് തനിക്ക് ചെയ്യണം. ആൽക്കഹോള് വേണ്ടാന്ന് വെക്കണം. ഒപ്റ്റിമം വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യണം. പീരിയോഡിക് ആയിട്ട് ചെക്കപ്പ് ചെയ്യണം. സിംറ്റംസ് എന്തെങ്കിലും കണ്ടാൽ, കൂടുതലായിട്ട് ഷുഗർ കുറഞ്ഞു പോകുന്നതായിട്ടോ അല്ലെങ്കിൽ ഷുഗർ കൂടുന്നതായിട്ടോ ഉള്ള സിംറ്റംസ് ഒക്കെ കണ്ടാൽ തിരിച്ചറിഞ്ഞ് അതിന് വേണ്ട നടപടികൾ സ്വീകരിക്കണം. അത്രയാണ് സെക്കൻഡറി പ്രിവെൻഷനിൽ വരുന്നത്. ടേർഷ്യറി പ്രിവെൻഷനിൽ പറയുമ്പോൾ സ്പെഷ്യലൈസ്ഡ് ക്ലിനിക്സ് ഒക്കെ യൂട്ടിലൈസ് ചെയ്തിട്ട് കൂടുതലായിട്ട് ഡയബറ്റീസിനെ പറ്റി, ഇപ്പോൾ എന്തായാലും ഡയബറ്റീസ് മെലിറ്റസ് ഉണ്ട് എന്ന് ഉറപ്പിച്ച ആളുകളിൽ ഫർദർ ഇനി അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന ആളുകളിൽ കോംപ്ലിക്കേഷൻസിലോട്ട് പോകാണ്ട്, അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് എഫക്റ്റീവ് ആവാണ്ട് പ്രശ്നമാവാതെ ഇരിക്കാൻ, അവരുടെ ഡെത്ത് എന്ന സിറ്റുവേഷനിലോട്ടൊക്കെ എത്താതിരിക്കാൻ വേണ്ടിയിട്ടാണ് ടെർഷ്യറി പ്രിവെൻഷൻ ചെയ്യുന്നത്. അതിന് ഡയബറ്റിക്സ് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ അതിനെപ്പറ്റി തന്നെ ഫോക്കസ് ചെയ്യുന്ന ഡയബറ്റിക് ക്ലിനിക്കുകളൊക്കെ യൂട്ടിലൈസ് ചെയ്യാണ് വേണ്ടത്. ഫസ്റ്റ് തന്നെ കോംപ്ലിക്കേഷൻ സ്ക്രീനിങ്. നമ്മൾ പറഞ്ഞു ഡയബറ്റിക് ഫൂട്ടൊക്കെ ഉണ്ടെന്ന്. അങ്ങനെ കോംപ്ലിക്കേഷൻസ് നമ്മൾ പറയുകയാണെങ്കിൽ മൈക്രോ വാസ്കുലാർന്നും മാക്രോ വാസ്കുലാർന്നും രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. മൈക്രോ വാസ്കുലാർ കോംപ്ലിക്കേഷൻസിൽ വരുന്നതെന്ന് റെറ്റിനോപ്പതി, കാഴ്ചയ്ക്കൊക്കെ മങ്ങും. നമ്മുടെ റെറ്റിനയുടെ സെൽസിന് നാശം സംഭവിച്ചിട്ട് കാഴ്ച മങ്ങലും കാഴ്ച പോകലും ഒക്കെ ഉണ്ടാകും. പിന്നെ നെഫ്രോപ്പതി, കിഡ്നിക്ക് ഡാമേജ് ഉണ്ടായിട്ട് കിഡ്നി അടിച്ചു പോകും. അതുപോലെ മാക്രോവാസ്കുലാർ വരുമ്പോൾ കാർഡിയോവാസ്കുലാർ ഡിസീസസ് ഒക്കെയാണ് വരുന്നത്. അപ്പം ഇങ്ങനത്തെ വലിയ വലിയ കോംപ്ലിക്കേഷൻസിലോട്ട് എത്തുന്നതിന് മുന്നേ അതിനുള്ള സാധ്യതയുണ്ടോ എന്ന് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കണം. അതാണ് കോംപ്ലിക്കേഷൻ സ്ക്രീനിങ്ങിൽ വരുന്നത്. പിന്നെ വരുന്നത് ഗ്ലൈസിമിക് കൺട്രോൾ. ബ്ലഡ് ഗ്ലൂക്കോസ് നന്നായിട്ട് കൺട്രോൾ ചെയ്യുക, അങ്ങനെ കോംപ്ലിക്കേഷൻസ് കുറയ്ക്കുക. പിന്നെ വരുന്നത് ബ്ലഡ് പ്രഷർ മാനേജ്മെൻറ്റ്. ഹൈപ്പർ ടെൻഷനൊക്കെ ഉണ്ടെങ്കിൽ അത് മാനേജ് ചെയ്യുക, കാർഡിയോവാസ്കുലർ റിസ്ക് കുറയ്ക്കുക. പിന്നെ വരുന്നത് ലിപ്പിഡ് മാനേജ്മെൻറ്റ്. ഡിസ്ലിപ്പിഡീമിയ, അതായത് അബ്നോർമലായിട്ട് ലിപ്പിഡിൻ്റെ അല്ലെങ്കിൽ ഫാറ്റിൻ്റെ അളവ് നമ്മുടെ ബോഡിയിലുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുക. ഫുഡ് കെയർ,
റെഗുലറായിട്ട് നമ്മുടെ കാലുകൾ നോക്കുക, അൾസേഴ്സ് ഒക്കെ ഉണ്ടാവാതിരിക്കാൻ നോക്കുക, അങ്ങനെ വന്ന് ആംബ്യൂട്ട് ചെയ്യേണ്ട അവസ്ഥ ഒഴിവാക്കുക. പിന്നെ എഡ്യൂക്കേഷൻ ആൻഡ് സപ്പോർട്ട്, പേഷ്യൻറ്റിനും എഡ്യൂക്കേഷൻ കൊടുക്കണം, പേഷ്യൻ്റെ കൂടെയുള്ളവർക്ക് എഡ്യൂക്കേഷൻ കൊടുക്കണം. പിന്നെ നമ്മൾ പറഞ്ഞു ഡയബറ്റീസ് ഉണ്ടെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ സെൽഫ് കെയർ ആണ് നമുക്ക് ഏറ്റവും ചെയ്യാൻ പറ്റുന്നത്. സ്വന്തമായിട്ട് റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്ത് ചെയ്യുക എന്നുള്ളതാണ് മെയിനായിട്ട്. സോ ഇത്രയാണ് പ്രിവെൻഷനിൽ വരുന്നത്. അപ്പോൾ ഡയബറ്റിസ് മെല്ലിറ്റസ് എന്നൊരു വലിയ ടോപ്പിക് ആയിരുന്നു. അതിൻ്റെ അകത്ത് മെയിനായിട്ട് വരുന്നത് ക്ലാസിഫിക്കേഷൻ ആണ്. ടൈപ്പ് 1, ടൈപ്പ് 2 ആൻഡ് ജസ്റ്റേഷണൽ ഡയബറ്റിസ് മെല്ലിറ്റസ്. പിന്നെ നമ്മൾ പറഞ്ഞു സ്ക്രീനിങ്, യൂറിൻ എക്സാമിനേഷനും ബ്ലഡ് ഷുഗർ എക്സാമിനേഷനും ഉണ്ട്. പിന്നെ വരുന്നതാണ് പ്രിവെൻഷൻ, പ്രൈമറി പ്രിവെൻഷൻ, സെക്കൻഡറി പ്രിവെൻഷൻ ആൻഡ് ടേർഷ്യറി പ്രിവെൻഷൻ. സോ ഇത്രയാണ് നമ്മൾ സോഫാർ ഡിസ്കസ് ചെയ്തത്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ആണ്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദ ക്ലാസ്. താങ്ക് യു.